ഇങ്ങനെ വെറുതെ അടി വാങ്ങുന്നത് കൊച്ചുണ്ണി? സത്യം പറഞ്ഞോ, അവൻ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, അവൻ ബോംബെയിലാ. ബോംബെയില്. വെറുതെ തെറ്റിക്കണ്ട, കൃത്യമായിട്ട് പറഞ്ഞോ. ഇരിക്കണം. അല്ലല്ലേ സാറേ, ഞാൻ കൃത്യമായിട്ട് പറയാം. ബോംബെ അല്ല, പിന്നെ മുംബൈ. മുംബൈ അതല്ലേ ശരി. പിന്നീട് ഒരു പേര് മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അയ്യോ, ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റിയിട്ടില്ല. വെറുതെ ആ ഡെപ്യൂട്ടി പെണ്ണും പിള്ളേടെ പിച്ച മാന്തൊക്കെ കൊള്ളണോ? അല്ലടോ. സാറെപ്പോഴാ വന്നേ? സാറ് വന്നത് നന്നായി, വളരെ നന്നായി. സലാം കാണിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം ഈ പാവങ്ങള് എന്റെ ദേഹത്തൂടെ പുഷ്പുൾ ട്രെയിൻ ഓടിച്ചു കളിക്കായിരുന്നു. വെറുതെ വെളച്ചിലെടുക്കണ്ട, മര്യാദയ്ക്ക് പറഞ്ഞോ. അവൻ എവിടെ ഉണ്ട്? ദാ ഇവിടെ ഉണ്ട് സാർ. അയ്യേ, എന്താ ഇങ്ങനെ ചട്ടി മാത്രം ഉടുപ്പിച്ച് ചേർത്താൻ ഇയാളെന്താ മിസ് യൂണിവേഴ്സാ? സാറേ, തല്ലാനും കൊല്ലാനും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ആയുധം വാളല്ല, നിയമമാണ്. വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമായിരുന്നു. സാറിന്റെ വല്യച്ഛനെ ഉപദ്രവിച്ചത് ഞാനല്ല. ഓഹോ, അതറിയിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അതെ സാർ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് എന്നാ സാറേ സംസാരിക്കുന്നത്? ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് അവർ വല്യച്ഛനെ ഉപദ്രവിച്ചത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? നീ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും ഉണ്ടല്ലോ, എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഈ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടക്കും. വേണ്ട, ചിരിക്കണ്ട. ചിരിക്കരുത്. സാർ നിർത്തുന്നില്ല. ഈ ലൊക്കട കേസിൽ ഞാൻ അകത്തു പോകുന്നു എങ്കിലും എന്റെ മീശ ഞാൻ വടിക്കും. ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് വടിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ.